ആദ്യം തന്നെ അതിൻ്റെ വില പറയാം. 3 ലക്ഷത്തി. പവർ വിൻഡോ അല്ല, അല്ലെങ്കിൽ മാനുവലി നമുക്ക് അങ്ങനെ തിരിക്കാനുള്ള ഒരു നോബില്ല, ഒന്നുമില്ല. ഇതിൽ ഏറ്റവും വലിയൊരു അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത്, ഇതൊരു സാധാരണ ക്ലാസിക് കാറാണെന്ന് വിചാരിച്ച് തള്ളിക്കളയൊന്നും വേണ്ട. വണ്ടി ഒരു കില്ലാടി തന്നെയാണ്. കാരണം 2 ലിറ്റർ ഇൻലൈൻ 4 സിലിണ്ടർ ടർബോ ചാർജ്ഡ് എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. നമസ്കാരം, ഡെസർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ കിടക്കുന്ന ലോട്ടസ് എമീറ എന്നുള്ള മോഡൽ പരിചയപ്പെട്ടിരുന്നു. ഇതെല്ലാം നല്ല സൂപ്പർ കാറുകളാണ്, അല്ലെങ്കിൽ ഒരു ഹൈപ്പർ കാറുകൾ എന്നെല്ലാം പറയാവുന്ന വാഹനങ്ങളാണ്. ഇത് കൂടാതെ വിൻറ്റേജ് കാറുകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പലരും പഴയ വിൻറ്റേജ് വാഹനങ്ങൾ അല്ലെങ്കിൽ ക്ലാസിക് കാർസ് എല്ലാം കളക്ട് ചെയ്ത് വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നോട്ടം വെച്ചുകൊണ്ടുള്ള ഒരു വാഹനം ഇവിടെയുണ്ട്. പക്ഷേ അത് പുതിയ വണ്ടിയാണ്, പഴയ വണ്ടിയൊന്നുമല്ല, ഒരു പുതിയ വണ്ടി. പക്ഷേ ആ ഒരു പണ്ടത്തെ കാറുകളുടെ അതേ ഒരു രീതിയിൽ, അതേ ഒരു ബോഡി ഷേപ്പിൽ ഇറക്കിയിട്ടുള്ളൊരു വാഹനമാണ്. ആ ഒരു വാഹനമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഡെസർട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് ആ ഒരു പുതിയ പഴയ കാറ്. +4 എന്നാണ് അതിൻ്റെ പേര്. അതായത് ബ്രിട്ടീഷ് വാഹന നിർമ്മാണ കമ്പനിയായ മോർഗൻ്റെ ഒരു മോഡലാണത്. മോർഗൻ +4 എന്നാണ് ഈ വാഹനത്തിൻ്റെ പേര്. ഈ ഒരു റോഡ്സ്റ്റർ ശരിക്കും മോർഗൻ എന്ന കമ്പനി 1950 മുതൽ 2020 വരെ ഇൻ്റർമിറ്റൻ്റ്ലി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണ്. അതായത് എപ്പോഴും പ്രൊഡക്ഷനിൽ ഉണ്ടായിരുന്നില്ല, ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെ ഒരു മോഡലാണ്. പക്ഷേ ഇതിന് +4 എന്നായിരുന്നു അതിൻ്റെ പേര്. ഇതിനകത്ത് ഇപ്പോൾ +4 എന്ന് എഴുത്തിൽ തന്നെയാണ് അതിൻ്റെ പേര് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ 2020 മുതൽ ഈ ഒരു വാഹനം പ്രൊഡക്ഷനിലുണ്ട്, നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. ആദ്യം തന്നെ അതിൻ്റെ വില പറയാം. 3,50,000 ദിറംസാണ്. അതായത് 3,49,000 ദിറംസ്. 1000 കുറവുണ്ട്, 1000 ദിറംസ് കുറവുണ്ട്. അത് ഇൻറ്റു 22.5 ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസ് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ക്ലാസിക് റോഡ്സ്റ്റേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വാഹനമാണ് ഈ ഒരു +4. പഴയ വാഹനങ്ങൾ നമ്മൾ കാണാറുള്ളത് പോലെ തന്നെ വളരെ നീണ്ട ഒരു ബോണറ്റ് ഏരിയയാണ്. റൗണ്ട് ഹെഡ് ലാംപ്സ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ 2 സൈഡിലായിട്ടും വേറെയും 2 ചെറിയ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ആണെന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിൽ താഴെ തന്നെ കൊടുത്തിരിക്കുന്നത് കാണാം. ഏറ്റവും ഭംഗിയായിട്ട് കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രിൽ പോർഷൻ തന്നെയാണ്. നമ്മൾ ശരിക്കും മോറിസിൻ്റെ വാഹനങ്ങളെല്ലാം കണ്ടിട്ടുള്ള ഏകദേശം അതേപോലത്തെ ഒരു വാട്ടർഫോൾ ഗ്രില്ല് തന്നെയാണ്. അതിൽ 4 എന്ന് കൊടുത്തിരിക്കുന്നത് കാണാൻ ഭംഗിയായിട്ടുണ്ട്. അടിയിലായിട്ടും 2 റൗണ്ട് ഷേപ്പിലൊരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു. അവിടെയും നെറ്റഡ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് AC-യുടെ ഒരു കണ്ടൻസറും കാര്യങ്ങളെല്ലാം അവിടെ കാണാൻ സാധിക്കും. ഒരു നെറ്റഡ് ഏരിയ ആയിട്ട് ആ ഒരു ഭാഗത്തെ മാറ്റിയിരിക്കുന്നു. ഗ്രില്ലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് മോർഗൻ എന്ന കമ്പനിയുടെ ആ ഒരു ലോഗോ കാണാം. വളരെ നീളത്തിലുള്ള ആ ഒരു ബോണറ്റ് ഏരിയ. സാധാരണ ഇതുപോലത്തെ വാഹനങ്ങൾ കാണാറുള്ള പോലെ 2 സൈഡിലേക്കും തുറക്കാവുന്ന രീതിയിലാണ് ഈ ഒരു ബോണറ്റ് നൽകിയിട്ടുള്ളത്. സൈഡ് ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒഴുകി ഇറങ്ങുന്ന രീതിയിലുള്ള ഒരു കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് 2 വീൽ ആർച്ചസും നൽകിയിട്ടുള്ളത്. വീൽ ആർച്ചസിൻ്റെ താഴെ നമുക്ക് വീലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഡിസൈനിലുള്ള ഒരു സ്പോക്ക് വീലാണ്. സ്പോക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അലോയ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു വീലാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. 205/60 R15 എന്ന ടയറാണ്, ആ ഒരു പ്രൊഫൈലുള്ള ടയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ചെറിയൊരു ഇൻഡിക്കേറ്റർ കാണാവുന്നതാണ്. ഹീറ്റ് ഡിസിപ്പേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് സൈഡിലും കാണാവുന്നതാണ്. ഈ ഭാഗത്ത് ഒരു ഫ്ലാഗ് കൊടുത്തിരിക്കുന്നു. ബ്രിട്ടീഷ് വാഹന കമ്പനി ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഫ്ലാഗ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ഒരു നോബെല്ലാം വലിച്ചിട്ടാണ് ഈ ഒരു പോർഷൻ പൊക്കേണ്ടത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് നല്ല കുഞ്ഞു വൈപ്പേഴ്സാണ്. 3 വൈപ്പേഴ്സ് കൊടുത്തിരിക്കുന്നു. ചെറിയ ഗ്ലാസ് ഏരിയയാണ്. അവിടെ നമുക്ക് 3 വൈപ്പേഴ്സ് കൊടുത്തിരിക്കുന്നതാണ്. വിൻസ്ക്രീൻ വാഷർ കൊടുത്തിരിക്കുന്നു. അതുപോലെ പഴയ ആ ഒരു ക്ലാസിക് ടൈപ്പിലുള്ള ആ ഒരു റൗണ്ട് OREM നൽകിയിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞ് ഡോർ ഹാൻഡിൽ പിടിച്ചിട്ടാണ് ഇത് തുറക്കേണ്ടത്. കണ്ടോ, തുറന്നു കഴിഞ്ഞാൽ നല്ല ഫുൾ ലെതറായിട്ടുള്ള ആ ഒരു ഇൻറ്റീരിയർ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെയും ആ ഒരു പഴമ നിലനിർത്താനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗമെല്ലാം കണ്ടോ, സാധാരണ ഹാൻഡിലാണെന്നുണ്ടെങ്കിൽ ഇതൊരു ലെതറിൻ്റെ ഒരു സ്ട്രാപ്പാണ്. ഈ ഒരു സ്ട്രാപ്പ് വെച്ചിട്ട് നമുക്ക് തുറക്കാം. പഴയ ആ ഒരു ഡിസൈനിലുള്ള ആ ഒരു ഇന്നർ ഡോർ ഹാൻഡിലുണ്ട്. ഇവിടെയെല്ലാം ഒരു ക്രോം പ്ലേറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സ്ക്രൂ ചെയ്തിരിക്കുന്നതെല്ലാം ഡയറക്റ്റ് കാണാൻ സാധിക്കും. അങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടൊന്നുമല്ല. ഇതെല്ലാം ഒരു പഴമ കീപ്പ് ചെയ്യാനാണെന്ന് തോന്നണം. ഈ ഒരു ഡോർ പാഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പവർ വിൻഡോ അല്ല, അല്ലെങ്കിൽ മാനുവലി നമുക്ക് അങ്ങനെ തിരിക്കാനുള്ള ഒരു നോബില്ല, ഒന്നുമില്ല. ഇത് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗ്ലാസ്സിന് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു നോബിൽ പിടിച്ച് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. നല്ല ബലമുണ്ട്, കുഴപ്പമില്ല.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡോർ പാഡിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഇനി നമുക്ക് ഇൻറ്റീരിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടാൻ ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു ടാൻ ലെതർ കളർ ഒരു ഇൻറ്റീരിയറാണ്. ഇതിൽ ഏറ്റവും വലിയൊരു അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത് ഇതിൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട് കണ്ടോ. പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ BMW എല്ലാം കണ്ടിട്ടുള്ള അതേ ഒരു ഗിയർ നോബാണത്. ഇതെല്ലാം വളരെ രസകരമായിട്ട് തോന്നി. പാഡിൽ ഷിഫ്റ്ററുള്ള വിൻറ്റേജ് കാർ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്തായാലും രസമുണ്ട് കാണാൻ. ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈനാണെങ്കിൽ ഒരു പ്രത്യേക ഡിസൈനിൽ കൊടുത്തിരിക്കുന്നു. മുകളിലായിട്ട് നമുക്ക് ആ ഒരു സൺ വൈസർ കാണാവുന്നതാണ് 2 സൈഡിലും. ആ ഭാഗത്ത് മാത്രമാണ് വാനിറ്റി മിററുള്ളൂ. ഇവിടെ നമുക്ക് IRVM കൊടുത്തിരിക്കുന്നു. ഈ സീറ്റുകളുടെ ഡിസൈൻ ആണെങ്കിലും വളരെ മനോഹരമായിട്ടുണ്ട്. ശരിക്കും നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു സീറ്റെല്ലാം കൊടുത്തിട്ടുള്ളത്. കാര്യം ക്ലാസിക് കാറാണെന്നുണ്ടെങ്കിലും സീറ്റുകളെല്ലാം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നു. ആംറസ്റ്റ് ഒന്നുമില്ല, സാധാരണ രീതിയിലുള്ള ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വാഹനത്തിനകത്താണുള്ളത്. കയറിയിരിക്കൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും പൊക്കമില്ലാത്തവർക്ക് വളരെ സിമ്പിളായിരിക്കും. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ശരിക്കും ഒരു ടിപ്പിക്കൽ ക്ലാസിക് കാർ തന്നെയാണ് കാണിക്കുന്നത്. നമുക്കത് തന്നെയാണ് തോന്നുന്നത്. ഇവിടെ നമുക്ക് പക്ഷേ ഡിജിറ്റൽ കിലോമീറ്ററും ട്രിപ്പ് മീറ്ററും എല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ക്ലോക്കാണിത്, അനലോഗ് ക്ലോക്ക്. അതുപോലെ ടാക്കോമീറ്റർ കൊടുത്തിരിക്കുന്നു. ഇവിടെ ആ ഒരു മോർഗൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിലും ഉണ്ട് കേട്ടോ, ആ ഒരു ലോഗോ പെട്ടെന്ന് കണ്ടില്ലായിരുന്നു. ഇവിടെ എല്ലാം AC കൺട്രോൾസിൻ്റെ സ്വിച്ച്, AC വെൻറ്റുകൾ താഴെയാണ് കൊടുത്തിട്ടുള്ളത്. ഗിയർ നോബ് എന്തായാലും മനോഹരമായിട്ടുണ്ട്. BMW തന്നെയാണല്ലോ. ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിരിക്കുന്നു. അടിയിൽ വേറെ ഒന്നുമില്ല കേട്ടോ, കാലൊക്കെ നിവർത്തി വെച്ചിരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന IRVM ആണ്, അതെല്ലാം കൊള്ളാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണെങ്കിലും തീരെ ചെറുതാണ്. ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ ഗേജ്, ഫ്യൂൽ ഗേജ്, നടുവിലായിട്ടൊരു MID ഉണ്ട്. ഇതിനകത്ത് നമുക്ക് വാഹനത്തിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാനും സാധിക്കും. നല്ല വുഡൻ ഫിനിഷാണ് ഡാഷ്ബോർഡിനും അതുപോലെ ഈ സെൻട്രൽ കൺസോളിനും എല്ലാം കൊടുത്തിട്ടുള്ള ആ ഒരു വുഡൻ ഫിനിഷ് തന്നെയാണ്. ഇനി ഇതിൻ്റെ റൂഫിനെ പറ്റി പറയുമ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാവുന്ന ഒരു റൂഫാണ്. നമ്മൾ പണ്ടത്തെ വാഹനങ്ങൾ കണ്ടിട്ടുള്ള രീതിയിൽ ഇത് മടക്കി ഒരു ഓട്ടോഷയുടെ എല്ലാം പോലത്തെ രീതിയിലുള്ള ഒരു റൂഫ്, എന്തായാലും പറയാം എനിക്കറിയില്ല. എനിക്കറിയാമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അങ്ങനത്തെ ഒരു ടോണേ കവറാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ പിൻഭാഗത്തേക്ക് വരുമ്പോൾ വീണ്ടും അതേ ഒരു ക്ലാസിക് ടച്ച് തന്നെയാണ്. നടുക്കായിട്ടാണ് അതിൻ്റെ ഒരു സ്പെയർ വീൽ കൊടുത്തിട്ടുള്ളത്. ഫുൾ സൈസ് ആയിട്ടുള്ള ഒരു സ്പെയർ വീല്. ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്ററും നമുക്ക് പിൻഭാഗത്ത് കൊടുത്തിരിക്കുന്നു. അതും ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഫ്യൂവൽ ലിഡ്. E5 E10 ഈ 2 ഗ്രേഡിലുള്ള പെട്രോളാണ് അടിക്കാമുള്ളൂ എന്നാണ് എഴുതിയിട്ടുള്ളത്. +4 എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിരിക്കുന്നു. 2 ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ വരികയാണെന്നുണ്ടെങ്കിലും 2 എക്സോസ്റ്റ്, അതായത് ഡ്യുവൽ എക്സോസ്റ്റ് പൈപ്പുകളുണ്ട്. നടുവിലായിട്ടാണ് കാണുന്നത് റിവേഴ്സ് ലൈറ്റാണ്. 2 റിഫ്ലക്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇതൊരു സാധാരണ ക്ലാസിക് കാറാണെന്ന് വിചാരിച്ച് തള്ളിക്കളയൊന്നും വേണ്ട. വണ്ടി ഒരു കില്ലാടി തന്നെയാണ്. കാരണം 2 ലിറ്റർ ഇൻലൈൻ 4 സിലിണ്ടർ ടർബോ ചാർജ്ഡ് എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത്. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. 255 bhp പവറും ഈ വാഹനം നമുക്ക് തരുന്നുണ്ട്. എന്ന് പറയുമ്പോൾ നല്ലൊരു അടിപൊളി വണ്ടിയാണ്. ശരിക്കും ഒരു പെർഫോമൻസ് കാർ തന്നെയാണ്. 2 ലിറ്റർ ടർബോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്കറിയാലോ, ഗോൾഫ് അങ്ങനെയുള്ള വാഹനങ്ങളിലെല്ലാം 2 ലിറ്റർ ടർബോ ആണ് വരുന്നത്. അതുപോലത്തെ ആ ഒരു എഞ്ചിനും 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എല്ലാം ഉള്ള ഒരു ക്ലാസിക് കാറാണ് ഈ ഒരു മോർഗൻ +4 എന്നുള്ളത്. അപ്പോൾ ഇതൊരു അടിപൊളി വണ്ടി തന്നെയാണ്. പിന്നെ വില ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 3.5 ലക്ഷം ദിർഹംസ് കൊടുക്കണം, വെറുതെ ഒന്നും കിട്ടൂല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രത്യേകതകളുള്ള ഒരു അടിപൊളി വണ്ടിയാണ് മോർഗൻ +4. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസിക് കാറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത തന്നെ നമുക്ക് മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷം വീണ്ടും കാണാം. ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.